ഗോഡ്സില്ല എക്സ് കോങ്ങിന്റെ ന്യൂ എംപയറിന്റെ തുടക്കത്തിൽ ഗോഡ്സില്ലയ്ക്ക് വലിയൊരു ബിൽഡപ്പ് കൊടുത്ത ഫൈറ്റ് ആയിരുന്നു ജയന്റ് സ്പൈഡർ മോൺസ്റ്ററായ സ്കില്ലയുമായിട്ടുള്ള ഫൈറ്റ്. എന്നാൽ ഈ സ്കില്ല മോൺസ്റ്റർ ആദ്യമായിട്ടല്ല മോൺസ്റ്റർവേഴ്സിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതേപോലെ ശരിക്കും ഈ ഒരു ഫൈറ്റ് റോമിലായിരുന്നില്ല, മറിച്ച് ഇന്ത്യയിലാണ് നടക്കേണ്ടിയിരുന്നത്. എന്തുകൊണ്ട് ഈ ഒരു ഫൈറ്റ് ഇന്ത്യയിൽ നടന്നില്ല, അതേപോലെ സ്കില്ല എന്ന മോൺസ്റ്ററിന്റെ ഹിസ്റ്ററി എന്താണ്, പവേഴ്സ് എന്താണ്, അതെല്ലാമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത്. വെൽക്കം ടു ഷോട്ട് ഓൺ ടാക്കീസ്. ഞാൻ ശ്രീനന്ദൻ, ചെങ്ങന്നൂർ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ മോൺസ്റ്റർവേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി മോൺസ്റ്റർവേഴ്സ് ഫാനാറ്റിക്സ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. മോൺസ്റ്റർവേഴ്സ് മാത്രമല്ല എന്റർടൈൻമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഗ്രൂപ്പ്സ് അടങ്ങിയിട്ടുള്ള ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയാണ് ഫാനാറ്റിക്സ്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിലോ അല്ലെങ്കിൽ മോൺസ്റ്റർവേഴ്സ് ഗ്രൂപ്പിലോ ചേരാൻ താല്പര്യമുള്ളവർക്കായിട്ട് ലിങ്ക് താഴെ കമന്റ് ബോക്സിൽ ഇട്ടേക്കാം. ഗ്രീക്ക് മിതോളജിയിലെ ലെജൻഡറി മോൺസ്റ്ററായ സ്കില്ലയുടെ പേര് കടമെടുത്താണ് ഈ ഒരു ജയന്റ് സ്പൈഡർ മോൺസ്റ്ററിന്റെ പേരിട്ടിരിക്കുന്നത്. ഗ്രീക്ക് മിതോളജി സ്കില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഫീമെയിൽ സൂപ്പർ നാച്ചുറൽ ക്രിയേച്ചറാണിത്. 12 ഫീറ്റോളം ഉയരമുള്ള ഈ ഒരു ക്രിയേച്ചറിന് 6 തലകളാണുള്ളത്, അതും പാമ്പിനെ പോലെയുള്ള കരുത്തുകളിലായിട്ട്. പിന്നെ നമ്മുടെ മോൺസ്റ്റർവേഴ്സിലെ സ്പൈഡർ മോൺസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ 2019 കിങ് ഓഫ് ദ മോൺസ്റ്റേഴ്സിലാണ് ആദ്യമായി കഥാപാത്രം പ്രത്യക്ഷപ്പെടുന്നത്. ആ ഒരു സമയത്ത് കിങ് ഗിഡോറ ലോകത്തുള്ള എല്ലാ മോൺസ്റ്റേഴ്സിനെയും കോൾ ചെയ്തപ്പോൾ അരിസോണയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വന്നതായിരുന്നു ഈ ഒരു സ്പൈഡർ മോൺസ്റ്റർ. അതിനുശേഷം ഏറ്റവും അവസാനം ഗോഡ്സില്ല ഗിഡോറയെ തോപ്പിച്ച് ആൽഫ ടൈറ്റൻ ആവുന്നതോടുകൂടി ഗോഡ്സില്ലയ്ക്ക് മുന്നിൽ സ്വയം സബ്മിറ്റ് ചെയ്യുകയായിരുന്നു സ്കില്ല. എന്നാൽ ഗോഡ്സില്ല തോപ്പിച്ച് ആൽഫ ടൈറ്റൻ ആവണമെന്ന ആഗ്രഹം സ്കില്ലയ്ക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു. മാത്രമല്ല ഗോഡ്സില്ല പോലെ തന്നെ റേഡിയേഷൻ ഫീഡ് ചെയ്ത് പവറപ്പ് ആവുന്ന ഒരു മോൺസ്റ്ററാണ് സ്കില്ലി. പിന്നീട് ഗോഡ്സില്ല വേഴ്സസ് കോങ്ങിന്റെ പ്രീക്വലായിട്ടുള്ള ഗോഡ്സില്ല ഡൊമീനിയൻ കോമിക്സിലാണ് ആദ്യമായി സ്കില്ല പ്രത്യക്ഷപ്പെടുന്നത്. ഈ ഒരു കോമിക്സിൽ സവന്നയുടെ തീരത്ത് ന്യൂക്ലിയർ വാർഹെഡ് വന്നടിയുന്നു. വിശന്ന് പറഞ്ഞ സ്കില്ല അതിലെ റേഡിയേഷൻ ഫീഡ് ചെയ്യുന്നപ്പോഴത്തേക്കും ദേ വരുന്ന ഗോഡ്സില്ല സ്കില്ലയുമായിട്ട് ഫൈറ്റ് ആവുന്ന ഏറ്റവും അവസാനം സ്കില്ലയെ അടിച്ചു ഓടിക്കുന്നു. ഈ ഒരു ദേശത്ത് സ്കില്ല ഗോഡ്സിലോട് റിവെഞ്ച് കിട്ടാൻ തീരുമാനിക്കുന്നു. അങ്ങനെ വർഷങ്ങളോളം സ്കില്ല ഹൈബർനേഷൻ സ്റ്റേജിലേക്ക് പോകുന്നു. ഈ ഒരു സമയത്താണ് ഗോഡ്സില്ല വേഴ്സസ് കോങ്ങിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം നടക്കുന്നത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഉണരുന്ന സ്കില്ല ആദ്യം പോകുന്നത് നമ്മുടെ ഇന്ത്യയിലെ കൂടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റിലേക്കാണ്. അവിടെത്തെ റേഡിയേഷൻ അബ്സോർബ് ചെയ്യാനാണ് സ്കില്ല ശ്രമിക്കുന്നത്. അവിടെ ഇന്ത്യൻ എയർഫോഴ്സ് സ്കില്ലയെ നേരിടാൻ ശ്രമിക്കുന്നെങ്കിലും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. ഗോഡ്സില്ല ഇന്ത്യയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പേ സ്കില്ല റേഡിയേഷൻ അബ്സോർബ് ചെയ്ത് രക്ഷപ്പെടുന്നു. അതിനുശേഷം ഇംഗ്ലണ്ടിലേക്ക് പോയി അവിടുത്തെ റേഡിയേഷനും സ്കില്ല അബ്സോർബ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഏറ്റവും അവസാനമാണ് റോമിലേക്ക് പോകുന്നത്. അപ്പോഴത്തെ ഗോഡ്സില്ല അവിടെ എത്തുന്നു. ഇതാണ് ഗോഡ്സില്ല എക്സ് കോങ് 100 കോമിക്സിലുണ്ടായിരുന്ന സ്റ്റോറി. അതിൻ്റെ ബാക്കിയായിട്ടാണ് റോമിൽ വെച്ചിട്ടുള്ള ഫൈറ്റ് നമ്മൾ സിനിമയിൽ കാണുന്നത്. സോ സിനിമയിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഗോഡ്സില്ല ഏറ്റവും അവസാനം സ്കില്ലയെ കൊല്ലുന്നു. അങ്ങനെ സ്കില്ലയുടെ സ്റ്റോറി അവസാനിക്കുന്നു. ഇനി സ്കില്ലയുടെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസിലേക്ക് വരികയാണെങ്കിൽ ലാൻഡിലും വാട്ടറിലും ഒരേപോലെ നിൽക്കാൻ പറ്റുന്ന ഒരു ആംഫിബിയൻ മോൺസ്റ്ററാണ് സ്കില്ല. അതേപോലെ സ്പൈക്കി ആർമർ ഉള്ളതുകൊണ്ട് തന്നെ ഫൈറ്റിന് ഒരുപാട് ഡ്യൂറബിലിറ്റി അതേപോലെ തന്നെ സ്ട്രെങ്ത് ഒക്കെ നൽകാൻ ആ ഒരു ആർമറിന് സാധിക്കും. മാത്രമല്ല സ്പൈഡറിൻ്റെ പോലത്തെ ഒരു സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്പീഡും അജിലിറ്റിയും ഒക്കെ തന്നെ ഫൈറ്റ്സിനിടയിൽ ഉണ്ടാവും. ഇതിൻ്റെ കൂടെ തന്നെ ഇടയ്ക്ക് വെബ് വിടാൻ പറ്റും. അതേപോലെ തന്നെ കാമഫ്ലോജ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വാദങ്ങൾ പുറത്തു വിടാൻ പറ്റും. അങ്ങനെ കുറച്ച് എക്സ്ട്രാ പവേഴ്സും ഉണ്ട്. പക്ഷേ ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് പറയുന്നത് തലതിരിച്ചൊന്നും ഇട്ട് കഴിഞ്ഞാൽ, അതായത് തലകുത്തി വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചെലന്തിയൊക്കെ പോലെ തന്നെ വലിയ ആയുസൊന്നുമില്ല. അങ്ങനെയാണ് ഗോഡ്സില്ല സിനിമയിൽ ഈ ക്യാരക്ടറിനെ തോൽപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് സ്കില്ല മോൺസ്റ്ററിനെ കുറിച്ചിട്ടുള്ള ഞങ്ങളുടെ വീഡിയോ. ഇനി മോൺസ്റ്റർവേഴ്സ് ആൻഡ് അതർ മൂവി സീരീസിലെ വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ അത്രയും കണ്ടൻസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അതുപോലെ നേരത്തെ പറഞ്ഞ ഫാനാറ്റിക്സ് കമ്മ്യൂണിറ്റിയെ പറ്റി മറക്കാതിരിക്കുക. താഴെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഇസ് ചെങ്ങന്നൂർ സൈനിങ് ഓഫ് ഫ്രം ഷോട്ട് ഓൺ ടാക്കീസ്.